ഹലോ, ഇന്ന് നമ്മളിവിടെ സേമിയ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 3 പാക്കറ്റ് പാൽ, 1 പാക്കറ്റ് സേമിയയും, ഒരു 6 kg നെയ്യ് ഇത് വെച്ച് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് എടുത്ത് ഒഴിച്ചു. നെയ്യ് വീഴുന്നില്ല കേട്ടോ, കുറച്ച് ഹാർഡായി പറ്റിയ നെയ്യാണ്, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് വറുത്ത സേമിയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ അത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിട്ട് നെയ്യിൻ്റെ നല്ലോണം ഒന്ന് ഇളക്കി എടുത്തു. അതിനെ നല്ല ഒരു കയ്യിലെടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുത്ത് അതിലേക്ക് സ്വല്പം എന്താ പറയുക, കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ച് എന്ന് വെച്ചാൽ നല്ലോണം വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിക്കുന്നത്. ആദ്യം തന്നെ പാൽ ഒഴിച്ചാൽ അത് എന്താ പറയുക, അത്രയും പാലിൻ്റെ ഒരു ഇത് പോവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ വേവിക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് 1 പാക്കറ്റ് പാൽ ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2 പാക്കറ്റ് പാൽ പിന്നെയും ഒഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പായസം റെഡിയായി കഴിഞ്ഞ്